ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പുൽമേടുകൾ അഥവാ ഗ്രാസ് ലാൻഡ്. ജോഗ്രഫിയിൽ നിന്നുള്ളൊരു മെയിൻ ആയിട്ടൊരു ടോപ്പിക് ആണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിച്ചാലോ. അപ്പോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പുൽമേടുകൾ, അവ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ. മത്സര പരീക്ഷകളിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ ഒക്കെ നോട്ട് ഞാൻ അവിടെയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ ലിങ്കും അവിടെയും ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. പുൽമേടുകൾ കാണപ്പെടാത്ത വൻകര ഏത് എന്ന് ചോദിച്ചാൽ അത് അന്റാർട്ടിക്ക എന്ന് ഓർത്തോളൂ. അന്റാർട്ടിക്കയിൽ അർജന്റായിട്ട് പോയാൽ ഒറ്റ പുല്ല് പോലും പറിക്കാൻ കിട്ടത്തില്ല. എങ്കിൽ അഫ്രൈഡ് ആവണ്ട. ആഫ്രിക്കയിൽ പോയാൽ പകുതിയിൽ കൂടുതൽ പുല്ലാണ് എന്നും ഓർത്തോളൂ. യെസ്, 50% പുല്ലുകൾ കാണപ്പെടുന്ന വൻകര, ഏറ്റവും കൂടുതൽ പുൽമേടുകൾ ഉള്ള വൻകര ഏത് എന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കയിലാണ്. പുൽമേടുകളെ ഇല്ലാത്ത വൻകര ഏത് എന്ന് ചോദിച്ചാൽ അത് അന്റാർട്ടിക്കയാണ്. എങ്കിൽ ഡൗൺസ് പുൽമേടുകൾ കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ എന്നാൽ ഏറ്റവും ചെറിയ വൻകര കൂടിയാണ്. വൻകരകളുടെ കൂട്ടത്തിൽ ഡൗൺ ആയിട്ടുള്ളത് അപ്പൊ ഓസ്ട്രേലിയയാണ്. അത് രാജ്യം മാത്രമല്ല. അതുകൊണ്ട് ഡൗൺസ് ഓസ്ട്രേലിയയിലാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ വെൽഡ് പുൽമേട് എവിടെ എന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ഇത്തി റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തി വെല്ലായിട്ടുള്ള ആഫ്രിക്കൻ കോണ്ടിനെന്റൽ രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. വെൽഡ് പുൽമേടും സൗത്ത് ആഫ്രിക്കയിലാണ്. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ പ്രയറീസ് പുൽമേട് കാണപ്പെടുന്നത് നോർത്ത് അമേരിക്ക. നമ്മൾ പ്രയർ ചെയ്യുന്നത് നോർത്ത് മുകളിലോട്ട് നോക്കിയാണ്. നോർത്ത് മുകളിലല്ലേ, വടക്കോട്ട് നോക്കിയാണ് പ്രയർ ചെയ്യുന്നത്. അങ്ങനെ ഓർക്കാലോ. പ്രയറീസ് നോർത്ത്. അത് മാത്രമല്ല, അവിടെയുള്ള പുല്ലുകളേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നോർത്തിലോട്ട് നോക്കണം. ഏറ്റവും ഉയരം കൂടിയ പുല്ലുകൾ വളരുന്നതും പ്രയറീസിലാണ്. ഗ്രേറ്റ് ബൈസൺ ബെൽറ്റ് ഫേമസ് ആയിട്ടുള്ള കാട്ടുപോത്തുകൾക്ക് ഫേമസ് ആയിട്ടുള്ള ഗ്രേറ്റ് ബൈസൺ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നതും പ്രയറീസിലാണ്. ധാരാളം ഉയർന്ന പുല്ലുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാട്ടുപോത്തുകൾ മേഞ്ഞു നടക്കുന്നു എന്നും ഓർത്തോളൂ. ഈ ഏരിയയിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് കങ്കാരി എലികൾ കാണപ്പെടുന്നതും പ്രയറീസിലാണ്. കങ്കാരു എലിയും അവിടെ പ്രേ ചെയ്യും ബൈസന്റെ കയ്യിൽ നിന്നും രക്ഷിക്കണേ എന്ന് കണക്ട് ചെയ്തോളൂ. എങ്കിൽ പാമ്പാസ് സ്ഥിതി ചെയ്യുന്ന എവിടെ എന്ന് ചോദിച്ചാൽ സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്ക സ്ഥിതി ചെയ്യുന്ന മറ്റ് പുൽമേടുകളാണ് പാമ്പാസ്, ലാനോസ്, സെൽവാസ്. പാമ്പ് സൗത്തിൽ കൂടെയല്ലേ എഴയുന്നത്. ലാനോസ് എന്നാൽ നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഓസിനെ കുറിച്ച് ഓർത്തോളൂ. ഓസും പാമ്പിനെ പോലെ നമ്മൾ താഴെയല്ലേ ഇട്ടിക്കുന്നത്. പിന്നെ സെൽവാസ്, സെൽവനും 2 അടിച്ചു കഴിഞ്ഞാൽ പാമ്പിനെ പോലെ താഴെ കിടന്ന് എഴയും. അതും സൗത്ത് ആണ് എന്ന് ഓർത്തോളൂ. അപ്പൊ പാമ്പാസ്, ലാനോസ്, സെൽവാസ് സൗത്ത് അമേരിക്കയിലാണ്. പാമ്പാസ് സൗത്ത് അമേരിക്കയിൽ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീന, ബ്രസീൽ, ഉറുഗ്വേ എന്നീ രാജ്യങ്ങളിലാണ് പാമ്പാസ് സ്ഥിതി ചെയ്യുന്നത്. പാമ്പ് ഉരകമല്ലേ, ഉരുണ്ടല്ലേ പോകുന്നത്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ അതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അർജന്റായിട്ട് വല്ല ബസ്സിലും കയറി രക്ഷപ്പെട്ടോളണം. അതാണ് അർജന്റീന, ബ്രസീൽ, ഉറുഗ്വേ. എങ്കിൽ ലാനോസ് കൊളംബിയ, വെനസ്വേല എന്നീ രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓസില് നമ്മുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ദേഹം മുഴുവൻ കുളമാവുമല്ലേ. പിന്നെ വിശാലമായിട്ട് കുളിക്കുക എന്നതേ രക്ഷയുള്ളൂ. യെസ്, അങ്ങനെ കണക്ട് ചെയ്യാം. കൊളംബിയ, വെനസ്വേല. എങ്കിൽ സെൽവാസ് സൗത്ത് അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നതും ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്റ്റെപ്പി പുൽമേട് എവിടെ എന്ന് ചോദിച്ചാൽ റഷ്യയിലാണ്. സെറ്റപ്പ് പുൽമേട് എന്ന് ഓർത്തോളൂ. സെറ്റപ്പ് പുൽമേട് എന്നാൽ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ പുൽമേടാണ് സ്റ്റെപ്പി. അത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യ. അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്തോളൂ, നമ്മുടെ ഇന്ത്യക്കായിട്ട് മിലിറ്ററിയിലൊക്കെ എല്ലാ സെറ്റപ്പും ചെയ്തു തരുന്നത് റഷ്യയാണ്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച ആയുധവും റഷ്യയുടെയാണ്. അപ്പോ സെറ്റപ്പ് പുൽമേട് റഷ്യയാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഗ്രേറ്റ് സ്റ്റെപ്പി അത് റഷ്യയിൽ മാത്രമല്ല യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് ധാരാളം രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഗ്രേറ്റ് സ്റ്റെപ്പി യൂറേഷ്യ എന്ന് ഓർത്തോളൂ. റഷ്യയും അങ്ങനെയാണ്. റഷ്യയുടെ മാപ്പ് നോക്കി കഴിഞ്ഞാൽ റഷ്യ ഭൂരിഭാഗം യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും ഏഷ്യയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ പൂന പുൽമേട് പെറുവിലാണ്. പൂന പെറു പൂപ്പി അങ്ങനെ ഒരു പ്രാസം ഇല്ലേ. എങ്കിൽ സഹൽ പുൽമേട് എവിടെ എന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിലാണ്. സഹൽ വാട്ട് ദ ഹെൽ എന്നാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള രാജ്യം. അവിടെ പല രാജ്യങ്ങളിലും മനുഷ്യന്റെ കാര്യമൊക്കെ വളരെ കഷ്ടമാണ്. അവിടെ നമ്മൾ പോയി നോക്കുമ്പോഴത്തേക്കും സഹൽ വാട്ട് ദ ഹെൽ എന്ന് ഓർത്തോളൂ. അത് ആഫ്രിക്കയിലാണ്. എങ്കിൽ സെറൻഗെറ്റി പുൽമേട് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാൻസാനിയ, കെനിയ എന്നീ രാജ്യങ്ങളിലെ ബോർഡറിലായിട്ടാണ് സെറൻഗെറ്റി സ്ഥിതി ചെയ്യുന്നത്. സെറൻഗെറ്റി എന്നാൽ ഇങ്ങനെ ഓർത്തോളൂ, ഒരാൾ സോറി പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാള് ഡാൻസ് പറഞ്ഞിട്ട് കുനിയും. ഓക്കെ, അത് ആഫ്രിക്കൻ സംസ്കാരമാണ് എന്ന് ഓർത്തോളൂ. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുനിയും എന്ന് ഓർത്തോളൂ. കോർഡിനേറ്റ്
സെറൻ എന്നാൽ സോറി, ടാങ്ക്സ് പറഞ്ഞിട്ട് കുനിയും, അത് ടാൻസാനിയ, കെനിയ ആണ് എന്നോർത്തോളൂ. ഫേമസ് ആയിട്ടുള്ള മസായി മാര റിസർവേഷൻ ഒക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മസായി മാര എന്നാൽ അവിടെയുള്ള ജനങ്ങൾ, മസായി മാര പീപ്പിൾസ്, അവരുടെ ധൈര്യമൊക്കെ തെളിയിക്കുന്നത് സിംഹത്തെ വേട്ടയാടിയാണ്. അത് മാസ് പീപ്പിൾ ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ പുസ്ത പുൽമേട് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹംഗറിയിലാണ്. നമുക്ക് ഹങ്കർ, വിശക്കുമ്പോഴത്തേക്കും നമ്മൾ പിസ്തയല്ലേ കഴിക്കുന്നത്, അങ്ങനെ കണക്ട് ചെയ്യാം. പുസ്ത പുൽമേട് ഹംഗറിയിലാണ്. സാവന്ന പുൽമേട് എവിടെ എന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കയിലാണ്. സാവന്ന എന്നാൽ ലാസ്റ്റിലത്തെ ഈ വൻ നോക്കിക്കോളൂ, വൻമരങ്ങൾ ഇടവിട്ട് കാണപ്പെടുന്ന പുൽമേടാണ് സാവന്ന. ഇതാണ് സാവന്ന, കണ്ടോ, ഇടവിട്ട് വൻമരങ്ങൾ കാണപ്പെടും. സാവന്ന പുൽമേട്, വൻമരങ്ങൾ ഇടവിട്ട് കാണപ്പെടുന്നു, അത് ആഫ്രിക്ക. സാവന്ന ആഫ്രിക്ക എന്ന് ഓർത്തോളൂ. എങ്കിൽ ബ്രസീലിൽ സ്ഥിതി ചെയ്യുന്ന പുൽമേടാണ്, ബ്രസീലിൽ കാണപ്പെടുന്ന സാവന്ന ടൈപ്പ് പുൽമേടാണ് കാമ്പോസ് സെറാഡോ സാവന്ന പുൽമേടാണ്. അത് ബ്രസീലിലാണ് കാണപ്പെടുന്നത്. ഇടവിട്ട് വൻമരങ്ങൾ കാണപ്പെടുന്നത് ബ്രസീലിലാണെന്നുണ്ടെങ്കിൽ ഒരു സാറിന്റെ ക്യാമ്പസിലാണ് എന്ന് കണക്ട് ചെയ്തോളൂ. സെറാഡോ കാമ്പോസ് സെറാഡോ ബ്രസീലിലാണ്. എങ്കിൽ സാവന്ന കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ്. വൻമരങ്ങൾ ഇടവിട്ട് കാണപ്പെടുന്ന പുൽമേടുകളാണ് ഇവയൊക്കെ. എങ്കിൽ ഗ്രേറ്റ് ചാക്കോ കാണപ്പെടുന്നത് സൗത്ത് അമേരിക്കയിലാണ്. ഗ്രേറ്റ് ചാക്കോയില് നമ്മൾ സാധനം കെട്ടി താഴെയല്ലേ ഇടുക, അങ്ങനെ കണക്ട് ചെയ്യാം. ഗ്രേറ്റ് ചാക്കോ സൗത്ത് അമേരിക്കയിലാണ്. മഞ്ചൂരിയൻ പുൽമേട് കാണപ്പെടുന്നത് ചൈനയിൽ കൂടുതലും മംഗോളിയൻ വർഗ്ഗക്കാരല്ലേ, മഞ്ചൂരിയൻ രാജവംശമൊക്കെ ചൈനയിലാണ്, അങ്ങനെ ഓർത്തോളൂ. മഞ്ചൂരിയൻ പുൽമേട് ചൈനയിലാണ്. എങ്കിൽ ബുഗ്യാൽ പുൽമേട് ഉത്തരാഖണ്ഡിലാണ്. ബുഗ്യാൽ എന്നാൽ പൂക്കൾ എന്ന് ഓർത്തോളൂ. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന പുൽമേട് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുഗ്യാലാണ്, ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുഗ്യാൽ പുൽമേട് ആദ്യമായിട്ട് പൂക്കൾ പുൽമേട് എന്ന് ഓർത്തോളൂ. കണ്ടത് ഉത്തരയാണ് കണ്ടത്, അതാണ് ഉത്തരാഖണ്ഡ് ബുഗ്യാല്. എങ്കിൽ ടെറായ് പുൽമേട് ഏതൊക്കെ രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയിൽ നിന്നും തറയിലൂടെ പാസ്പോർട്ട് ഒന്നും ഇല്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രണ്ട് രാജ്യങ്ങളാണ് നേപ്പാള്, ഭൂട്ടാൻ. അതാണ് ടെറായ്. ഇന്ത്യയിൽ നിന്നും തറയിലൂടെ ടെറായ് നേപ്പാളിലോട്ടും ഭൂട്ടാനിലോട്ടും നമുക്ക് പോകാനായിട്ട് കഴിയും. അപ്പൊ പുൽമേടുകളെ കുറിച്ച് ഇത്രയുമാണ് നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തോളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെയും ജോയിൻ ചെയ്തോളൂ. ക്ലാസിന്റെ നോട്ടൊക്കെ ഞാൻ അവിടെയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.